ഗൈസ്, ഇന്ന് എന്താണെന്നല്ലേ, ഓഫീസിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാണ്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? നമ്മൾ നോർമലി കസ്റ്റേർഡ് ആപ്പിൾ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന സാധനമാണ് കേട്ടോ. ഇതിന് കൊല്ലത്തൊക്കെ പറയുന്നത് ബ്ലാത്തിക്ക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബ്ലാത്തിക്ക? ഇത് നല്ലത് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നറിയാവോ? നോർമലി നല്ല പഴുത്തതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മേളുഭാഗമില്ലേ, അത് ഇത്തിരി പരന്നിരിക്കും. അതേമാതിരി നമ്മളിത് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഇത്തിരിയെങ്കിലും ഞെക്ക് കൊള്ളുന്ന സാധനം ഇത് വാങ്ങണം കേട്ടോ. എന്നാലേ ഉള്ളത് കറക്റ്റ് പഴുത്തത് കിട്ടുകയുള്ളൂ. ഇത് നമ്മൾ 2-3 ദിവസം വീട്ടിൽ വെച്ച് പഴുപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ പാടാണ്. അതിൻ്റെ അകം കല്ല് പോലെ വരും. അതിനേക്കാളും നല്ലത് ഒരു ഇത്തിരി ഞെക്ക് കൊള്ളുന്നത് നോക്കി നമ്മൾ വാങ്ങിക്കുവാണെന്നുണ്ട്. ഇതുണ്ടോ, ഇതിങ്ങനെ നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഞെക്ക് കൊടുക്കുമ്പോഴത്തേന് ഇതുണ്ടോ, ഇതിങ്ങനെ പൊട്ടി വരും. കണ്ട, മഴ തുടങ്ങി ഓവർ മഴയുള്ള സമയത്ത് ഇത് വാങ്ങിക്കരുത്. ഇതിൻ്റെ അകത്ത് പുഴു കയറും. നല്ല ടേസ്റ്റാണ്. ഇഷ്ടം പോലെ കുരുവുണ്ട്. അപ്പോൾ ഇത്തിരി ക്ഷമയുള്ളവർക്ക്, നല്ല പുളിയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക്, നല്ല മധുരം ഉള്ള ആൾക്കാർക്ക് അടിപൊളിയാണ് കേട്ടോ. തിന്നു നോക്കാവേ. അടിപൊളി. ചെറിയ കുരുക്കളായിരിക്കും, നിറച്ചും കുരുവാണ് കേട്ടോ. അതെ, ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ. ഓഫീസിൽ നിന്ന് വന്നപ്പോൾ നല്ല വിശപ്പ്, എന്ത് കഴിക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് അന്നേരമാണ് ഈ ബ്ലാത്തിക്കായുടെ കാര്യം ഓർമ്മ വന്നത്. ബ്ലാത്തിക്ക എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു കഴിഞ്ഞ, നല്ല ബഗ്ഗനപ്പള്ളി മാങ്ങ. നമ്മൾ പണ്ടൊരു വട്ടം ഉണ്ടല്ലോ, ഞങ്ങൾ ചെന്നൈയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി അവിടെ നിന്ന് നല്ല പറിക്കുന്ന സ്ഥലത്തുനിന്ന് മാങ്ങ പറിച്ചിട്ട് വന്ന് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇത്രയും ടേസ്റ്റുള്ള മാങ്ങ കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്. നല്ല പഴുത്താണെങ്കിലുണ്ടല്ലോ വായിലിട്ട് അലിഞ്ഞു പോകും, ഇല്ലെങ്കിൽ ഭയങ്കര പുളിയാണ്. എനിക്ക് പുളി തീരെ പറ്റത്തില്ല. അതുകൊണ്ടിട്ടാണ് ഇപ്പം കസ്റ്റേർഡ് ആപ്പിൾ ആണെങ്കിലും മാങ്ങയാണെങ്കിലും എന്താണെങ്കിലും നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓക്കെയാണ്. ഇല്ലെങ്കിൽ മൈഗ്രെയിൻ ഹിറ്റാവും. എൻ്റെ കൂട്ടി ഈ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കുണ്ടല്ലോ അടിപൊളി ഫ്രൂട്ടാണ് കേട്ടോ കസ്റ്റേർഡ് ആപ്പിൾ. നമ്മൾ ഇതിൻ്റെ വലിയ സൈസ് കാണുമ്പോഴത്തേനും അത് തിന്നാൻ എളുപ്പമാണല്ലോ എന്ന് കരുതി അത് വാങ്ങിക്കും. അതിന് ആക്ച്വലി ഇത്തിരി പുളിയുണ്ട്. അതേമാതിരി ഈ മധുരയില്ല കേട്ടോ. ഇതേമാതിരി ചെറിയ ബ്ലാത്തിക്ക വാങ്ങിക്കണം എല്ലാവരും, എന്നാലേ ഉള്ളൂ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബൈ.